മഹാലക്ഷ്മി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കണ്ണനും മഹിയും റൂമിൽ പോയിട്ട് കുഞ്ഞിനെ കൊഞ്ചിച്ച് കളിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആ സമയത്ത് കണ്ണൻ പറയുന്നുണ്ട്, നീയേ ലേഖയെ ഒന്ന് വിളിക്കേ, അവളും മനന്തും ആകെ വിഷമിച്ചിട്ടായിരിക്കും ഇരിക്കുന്നത്. കുഞ്ഞ് വന്നത് അവർക്ക് തീരെ താല്പര്യമില്ല ലേഖയ്ക്ക് എന്ന് പറയാൻ കേട്ടോ. അവരങ്ങനെ സംസാരിച്ചിരിക്കുമ്പോഴേക്കും ലേഖയുടെ ഫോണ് വരികയാണ് കേട്ടോ. പറയുമ്പോഴേക്കും അവളുടെ ഫോൺ വന്നല്ലോ എന്ന് പറയുന്നു. പിന്നീട് വിളിച്ചിട്ട് വീഡിയോ കോളിൽ കുഞ്ഞിനെ കാണിച്ചു കൊടുക്കുന്നു കേട്ടോ. ലേഖയ്ക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ലേഖയുടെ സന്തോഷം കണ്ടിട്ട് കണ്ണൻ പറയുന്നുണ്ട്, എടി നാളെ ഞങ്ങൾ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കുഞ്ഞിനെയും കൊണ്ട്. പിന്നെ കുഞ്ഞിനെ നിൻ്റെ കയ്യിൽ തന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും ഓഫീസിലേക്ക് പോവുകയാണ്. അപ്പോൾ പകരം മുഴുവൻ കുഞ്ഞ് നിൻ്റെ കയ്യിലാണല്ലോ, ഇപ്പം നിനക്ക് എന്തായി, സന്തോഷമായില്ലേ ചോദിക്കുകയാണ് കേട്ടോ. സന്തോഷമായി കണ്ണേട്ടാ എന്നിങ്ങനെ പറയുന്നു കേട്ടോ. അതിനുശേഷം ലേഖയും അനന്തം കൂടി കുഞ്ഞിനെ വീഡിയോ കോളിൽ വിളിച്ചിട്ട് ഒരേ കളിപ്പിക്കലാണ് കേട്ടോ. അതേസമയം ജാനമ്മയുടെ വീട്ടിൽ പോയ പ്രതാപം പറയുകയാണ് കേട്ടോ, നിങ്ങൾക്ക് ഒരിക്കലും ഈ പൈസ എനിക്ക് തിരിച്ചു തരാൻ പറ്റില്ല, അതുകൊണ്ട് നിങ്ങൾ ഞാൻ പറയുന്നത് പോലെ അനുസരിച്ചാൽ മതി എന്ന് പറയും. അത് കേൾക്കുമ്പോൾ ജാനമ്മ പറയും, എനിക്ക് ആ കുഞ്ഞിനെ കൊല്ലാൻ ഇനി സാധിക്കില്ല, അതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ പറ്റുന്നില്ല എന്ന് പറയും കേട്ടോ. അത് ശരി, അങ്ങനെ പറഞ്ഞാൽ പറ്റില്ലല്ലോ, മോൻ്റെ ജീവനല്ലേ നിങ്ങൾക്ക് വലുത്, ഇനിയും അവന് പൈസ വേണം എന്ന് പറയണം കേട്ടോ. അങ്ങനെ മനസ്സില്ലാ മനസ്സോടുകൂടി ജാനമ്മ സമ്മതിക്കുകയാണ്. മരുമോളും ജാനമ്മയെ ഒരുപാട് പ്രഷറോ. പിന്നീട് പ്രതാപം പറയും, ശരി നിങ്ങൾ കൊല്ലാൻ നിങ്ങൾക്ക് പറ്റില്ലല്ലോ, എന്തായാലും ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ചെയ്താൽ മതി. നിങ്ങൾ അവിടെ ഒരാൾ വരും, ആ സമയത്ത് നിങ്ങൾ കുഞ്ഞിനെ എടുത്തു കൊണ്ടുപോകാൻ തക്ക വിധത്തിൽ കുഞ്ഞിനെ മാറ്റിക്കിടത്തണം. നിങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല, നിങ്ങളൊന്നും ചെയ്തിട്ടുമില്ല, അതല്ലേ നല്ലത്, അത് കാരണം നിങ്ങൾക്കത് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കും. മനസ്സില്ലാ മനസ്സോട് കൂടിയിട്ട് ജാനമ്മ അതിന് സമ്മതിക്കുകയാണ് കേട്ടോ. പിന്നീട് ജാനമ്മ ലേഖയുടെ വീട്ടിലേക്ക് വന്നിട്ട് കുഞ്ഞിന് ഇതേപോലെ തന്നെ സിറ്റ് ഔട്ടിൽ കിടത്തുകയാണ്. കാരണം മഹിയും കാണാനും ജോലിക്ക് പോയിരിക്കുകയാണല്ലോ, ലേഖ മാത്രമേ ഉള്ളൂ. അതേസമയം പ്രതാപം പറഞ്ഞ അയാൾ വന്നിട്ട് കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോവുകയാണ് കേട്ടോ. പക്ഷേ നമ്മുടെ കുഞ്ഞിനെ എടുത്തു കൊണ്ടുപോയിട്ട് കളയാനാണ് അയാൾ ശ്രമിക്കുന്നത്. പക്ഷേ അയാൾക്ക് ഒരിക്കലും കളയാൻ സാധിക്കില്ല. അയാൾക്ക് തക്കതായ ശിക്ഷ ആ അമ്മ കൊടുക്കുകയാണ് കേട്ടോ. വൈകുന്നേരത്തെ എപ്പിസോഡുമായിട്ട് വീണ്ടും കാണാം.